സ്നേഹമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. പാലക്കാട്ടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞവരും രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നവരുമൊക്കെ ഉണ്ടാകും. പാലക്കാട് നിന്ന് ഇന്നലെ വന്ന വാർത്തകൾ, പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും വലിയ വിവാദങ്ങൾ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ്. CPIM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരസ്യമാണ് ഇന്നലെ 2 പത്രങ്ങളിൽ പാലക്കാട് എഡിഷനിൽ വന്നിട്ടുള്ളത്. ഒന്ന് സുപ്രഭാതവും ഒന്ന് സിറാജുമാണ്. ആ 2 പത്രത്തിലും വന്ന പരസ്യം എത്രമേൽ മതേതര വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് എന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായി അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും CPM-ഉം അടക്കമുള്ള 3 മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ 10-16 വർഷങ്ങളായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള മത്സരങ്ങൾ അതിശക്തമായി നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയും BJP 2ാം സ്ഥാനത്താവുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നലെ ആ പത്രപരസ്യങ്ങൾ കൊടുത്ത സമയത്ത്, രാത്രിയാണ് ആ പത്രപരസ്യം ഒന്ന് കൃത്യമായി നോക്കുന്നത്, ആ പത്രപരസ്യത്തിൽ കൊടുത്തത് മുഴുവനും കോൺഗ്രസിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം RSSന്റെ ശബ്ദമായിരുന്ന, BJP-യുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു സമയം കൂടിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഞാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സന്ദീപ് വാര്യർ. സത്യത്തിൽ ഇത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. കാരണം ഇന്ത്യ മുഴുവനും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും ആളുകൾ മനം മടുത്ത് ഇവിടുത്തെ നന്മയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്തത്. എന്താണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞത്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4080 കിലോമീറ്റർ നടക്കുമ്പോഴും, മണിപ്പൂർ മുതൽ മുംബൈ വരെ അത്ര കിലോമീറ്റർ വാഹനത്തിൽ ജനങ്ങളോട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കെന്താണ്? ഈ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ നമുക്ക് സ്നേഹത്തിൻ്റെ കട തുറക്കണമെന്നല്ലേ? ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നല്ലേ? അതിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ രാഷ്ട്രീയത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? പക്ഷേ കേരളത്തിലെ CPM ചെയ്യുന്ന ഈ രാഷ്ട്രീയ കപടത എത്രമാത്രം അപലപനീയമാണ്. ഈ സന്ദീപ് വാര്യർ മോഡിയുടെ രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കുന്നു, BJP-യുടെ രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ ഇന്നലെ വരെ പറഞ്ഞതിൻ്റെ ജാള്യതയും ഞാൻ ഈ സമൂഹത്തോട് പറയുന്നു എന്ന് പറഞ്ഞു വന്ന ഒരു രാഷ്ട്രീയക്കാരനെ എന്തിനാണ് CPM ഇത്രമേൽ അപഹസിക്കുന്നത്? എന്താണ് CPM-ൻ്റെ ഇതിലെ ലക്ഷ്യം? BJP-യിൽ നിന്നൊരാൾ പോന്നിട്ട് BJP-ക്കാർ പോലും പറയാത്ത ഭാഷകൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-കാരൻ പറയുന്നത്? നിങ്ങളുടെ ആവശ്യം BJP-യിൽ നിന്ന് ഒരാളും പുറത്തു പോരരുത് എന്നാണോ? BJP-യിൽ നിന്ന് ഒരാളും കോൺഗ്രസിലേക്ക് ചേരരുത് എന്നാണോ? കോൺഗ്രസിൽ നിന്നൊരാൾ BJP-യിലേക്ക് പോയാൽ നിങ്ങൾ ആഘോഷിക്കാറുണ്ടല്ലോ. കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് BJP-യിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കത് സങ്കടമായി മാറുന്നത്? നിങ്ങൾക്കത് വലിയ മാനസിക പ്രയാസമായി മാറുന്നത്?
അത്രമാത്രം സംഘപരിവാറിനെ സഹായിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തയുണ്ടോ? എന്താണ് CPM-ന്റെ ലക്ഷ്യം? രണ്ടാമത്തത്, ആ പത്രപരസ്യത്തിനകത്ത് ഇന്നലെ കൊടുത്തിട്ടുള്ള മുഴുവൻ മാറ്ററുകളും നിങ്ങൾ വായിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു മാറ്ററിനകത്ത്, ഏതെങ്കിലും ഒരു കോളത്തിനകത്ത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ, BJP നടപ്പിലാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധതക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു നയത്തിനെതിരെ ഒരു ചെറിയ വാക്ക്, ഒരു വാക്ക് അതിലെഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ, കോൺഗ്രസ് നടത്തുന്നുണ്ടല്ലോ, CPM ഉണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിലെ മത്സരാർത്ഥിയായി മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്കെതിരെ, BJP-യുടെ രാഷ്ട്രീയത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ പരസ്യത്തിൽ? എന്തേ ഒരു വാക്ക് പോലും പറയാൻ പറ്റാതിരിക്കുന്നത്? എന്തേ എല്ലാം കോൺഗ്രസിനെതിരായി എഴുതുന്നത്? എല്ലാം കോൺഗ്രസ് ആണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന് എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്? എങ്ങനെയെങ്കിലും പാലക്കാട് BJP-ക്ക് അല്പം വോട്ട് കൂടണം, കോൺഗ്രസിന് ഇത്തിരി വോട്ട് കുറയണം. അതിനുവേണ്ടി ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ രാഷ്ട്രീയം കളിക്കുകയാണ് CPM. ആ CPM-നെ തിരിച്ചറിയാതിരുന്നാൽ ഇവർ തൃശ്ശൂർ മാത്രമല്ല BJP-ക്ക് കൊടുക്കുക. ഇവരുടെ വർഗീയ അജണ്ടയിൽ, ഇവരുടെ ധ്രുവീകരണ അജണ്ടയിൽ കേരളത്തിലെ മതേതര വിശ്വാസികൾ വീണു പോയാൽ അവർ ഈ നാടിനെ RSSന് തീരെഴുതി കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ഈ രാഷ്ട്രീയമൊക്കെ CPM ഉണ്ടാക്കുന്നതെന്നറിയോ? പിണറായി വിജയനെ രക്ഷപ്പെടുത്തുവാനും, പിണറായി വിജയൻ്റെ എല്ലാ സംവിധാനങ്ങളും നടക്കുവാനും. RSSനെ നോവിച്ചാലും BJP-യെ നോവിച്ചാലും ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ഈ രാഷ്ട്രീയം പുറത്തു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിക്കെതിരെ ഇവിടുത്തെ ജനങ്ങൾ ശബ്ദിച്ചില്ലേ? വാരാണസിയിലെ 4,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യ വിഭജിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, അത് വർഗീയ ഫാസിസമാണെന്ന് പറഞ്ഞപ്പം ആ വാരാണസിയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ കൈവിട്ടില്ലേ? 1.5 ലക്ഷം മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ചുരുക്കിയില്ലേ? UP-യിൽ തന്നെ സ്മൃതി ഇറാനിയെ അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ച അതേ ജനങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇവിടെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം BJP അടക്കി ഭരിച്ചപ്പോൾ ആ കർണാടകയിലെ ഈ രാഷ്ട്രീയത്തിനെതിരായിട്ട് കോൺഗ്രസ് അതിശക്തമായി നിന്നപ്പോൾ കോൺഗ്രസ് തിരിച്ചു വോട്ട് ചെയ്ത് ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരുത്തിയില്ലേ? ഇന്ത്യയിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ 10 വർഷക്കാലം കഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രാവശ്യം ജനങ്ങളോട് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ BJP-യെ ജനങ്ങൾ തിരസ്കരിച്ചില്ലേ? രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായില്ലേ? ആ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് MP-മാരുണ്ടായി, 100ഓളം MP-മാർ ഉണ്ടായി. കോൺഗ്രസ് മുന്നോട്ട് വന്നില്ലേ? ഇന്ത്യ മുന്നണി അതിശക്തമായി കടന്നു വന്നില്ലേ? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാണ്. എന്തു വേണം? അതിന് ജനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കണം. എന്നാൽ കേരളത്തിലെ CPM ചെയ്യുന്നത്, ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അവർ RSSൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഒരിക്കലും RSSൽ നിന്ന് ഇനി ആരും പുറത്ത് പോവരുത്, നിങ്ങൾ ഭദ്രമായി നിൽക്കണമെന്ന് CPM പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയും. നിങ്ങളുണ്ടാക്കുന്ന ഈ ഒരു വല്ലാത്ത ധ്രുവീകരണമുണ്ടല്ലോ, കോൺഗ്രസിനെ തോൽപ്പിക്കുക, എങ്ങനെയെങ്കിലും പാലക്കാട് BJP ജയിക്കുക, ആ BJP ജയിച്ചാൽ കോൺഗ്രസ് ഇതാ തകർന്നു പോയിരിക്കുന്നു എന്ന് പറയുക, ആ ഒരു രാഷ്ട്രീയത്തെ പാലക്കാടൻ ജനതയും കേരളത്തിലെ ജനതയും തിരിച്ചറിയും എന്ന് മാത്രമാണ് CPM-ന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞപ്പം മന്ത്രിയായ രാജേഷ്, AK ബാലൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ പറഞ്ഞ വാക്കുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സഖാവായിരിക്കും. അത് വലിയൊരു തരംഗമായിരിക്കും, അത് വലിയ മുന്നേറ്റമായിരിക്കുമെന്ന് പറഞ്ഞവർ കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ വീണ്ടും സന്ദീപ് വാര്യരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിൻ്റെ സമൂഹത്തിന് കൃത്യമായി മനസ്സിലാവും.